അമ്മു, ഓൾ ഇൻ ഓൾ, മൈ എവറിത്തിങ്. സോ അവളിനെ കുറിച്ച് എന്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സൈറ്റിൽ നമ്മൾ കണ്ടത് നോർമൽ ഒരു ഇതിലാണ് നമ്മൾ കണ്ടത്. സോ കുറേ സ്ട്രഗിൾസൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ബെസ്റ്റായിട്ട് ലൈഫിൽ കിട്ടിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അമ്മുവാണ്. പക്ഷേ ഞങ്ങൾ സ്കൂളിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. ആ ഒരു സൈറ്റിൽ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ആകുന്നു. അപ്പം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല നേരിട്ട്. എൻ്റെ സീനിയറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ വർക്കിന് പോയപ്പോഴായിരുന്നു അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇതെൻ്റെ സീനിയറാണ് ഞാൻ ജൂനിയറാണ് എന്ന് എനിക്ക് അറിഞ്ഞത്. അതിനുശേഷം പിന്നെ സംസാരിച്ചു, അങ്ങനെ കണ്ടുമുട്ടി, പരിചയപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഫൈനലി മാരേജ് ആവുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു കോയിൻസിഡൻസ് തന്നെ പറയാം, പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തതായിരുന്നു നടന്നു വന്നത്. ഫൈനലി ഇതാ ഇപ്പോൾ മാരേജിൻ്റെ സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. സോ അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു എവറിത്തിങ് കെയറബിൾ ആയിട്ടുള്ളൊരു വുമനാണ്. സോ ജസ്റ്റ് ഒരു വേർഡ് എവറിത്തിങ് മാത്രം എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു ഇതിൽ അവളിന് എന്താണ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. സോ ആൾക്ക് എന്നെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ആൾ എനിക്ക് ചെയ്തതിൻ്റെ കുറച്ചുപോലും ഞാൻ ആൾക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. എന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. സോ ഇന്നെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ എന്നെ ഫസ്റ്റ് ലുക്കിൽ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എന്നെക്കാളും ഒരുപാട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലുക്ക് അവൻ എങ്ങനെയായിരിക്കും, അവനൊന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇന്നലെ കൂടി ഹൽദിക്ക് അവൻ അവിടെ നിന്ന് വരാൻ പറ്റാതായിട്ടും അവൻ എനിക്ക് വേണ്ടി അവിടെ നിന്ന് എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ അവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഒരു ദിവസം തന്നെയായിരിക്കും ഞാൻ അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് ഞാൻ വിചാരിക്കും. படபட எந்தன் கண்ணம்மா, நீ தொட 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 துடிக்குது எந்தன் நெஞ்சம்மா. ஹே சிலு 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 சிலுவென கொஞ்சம் செல்லம்மா, நான் சட 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 மழையென வந்தேன் கண்ணம்மா. திருநாள் இதுவா, இதயம் தரவா, உரைத்தேன் மெதுவா, குஞ்சி குஞ்சி வரவா. படபட படபட படவென எந்தன் கண்ணம்மா, சட சட மழையென வந்தேன் கண்ணம்மா. അവൻ ഭയങ്കര പാവമാണ്. ഞാൻ എന്ത് ചെയ്താലും അവൻ ഇന്ന് വരെ വഴക്ക് പറയാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ മുഖം കറപ്പിച്ച് സംസാരിക്കാനോ ഇന്ന് വരെ ചെയ്തിട്ടില്ല. പക്ഷെ അവന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ. അവൻ എന്ത് ചെയ്താലും ഞാൻ നല്ലപോലെ വഴക്ക് പറയും. അവൻ തെറ്റേ ചെയ്യില്ല. ഞാൻ തെറ്റ് ചെയ്താലും അവൻ സോറി ചോദിക്കും, അവൻ തെറ്റ് ചെയ്താലും അവൻ സോറി ചോദിക്കും. ഭയങ്കര ജെന്യൂനാണ്, പാവാണ്.
ഇതിഹാസം இதுதானா இவளோடு நடந்தேனா இந்த மாயத்தில் நானும் விழுந்தேனா உயிரே உயிரே உறையும் உயிரே இனிமேல் நீதானா உயிரே உயிரே உறையும் உயிரே இனிமேல் நீதானா ഹായ് അമ്മോ, ഫസ്റ്റ് ഓഫ് ഓൾ ലവ് യു സോ മച്ച്. ലൈഫിലെ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു മൊമെൻ്റാണ് ഇന്ന് നമുക്ക് നടന്നിരിക്കുന്നത്. സോ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് എൻ്റെ ഫസ്റ്റ് ഞാൻ ചോദിച്ച ചോദ്യം വിൽ യു മാരി മീ എന്നായിരുന്നു. അത് നമ്മന്ന് ആ ഒരു മൊമെൻറ്റിൽ എത്തി നിൽക്കുന്നു. ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് നടുവിൽ നമുക്ക് കുറേ സ്ട്രഗിൾസ്, കുറേ ലവബിളായിട്ടുള്ള മൊമെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നമുക്ക് അൺഫോർഗട്ട് ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടായിരുന്നു. കുറച്ച് ചിരി കളി എല്ലാം ചേർന്ന ദിവസങ്ങളായിരുന്നു നമുക്ക് കടന്നു വന്നത്. സോ അവസാനിച്ചത് ലൈഫിൽ എന്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്, അതായത് എല്ലാവരും ചോദിക്കുമ്പോൾ ഇതൊക്കെ എവിടെ വരെ പോകാൻ, എവിടെ വരെ എത്തും ഒന്നും അറിയാണ്ട് നടന്ന ഒരു കാര്യങ്ങളായിരുന്നു. പക്ഷെ നമുക്ക് ഫൈനലി എത്തുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നൊരു രീതിയിലാണ്. ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് മദറാണ്, നല്ലൊരു ഫ്രണ്ടാണ്, കെയറിങ് ആയിട്ടുള്ള അടിപൊളി പാർട്ട്ണറാണ്, ബാക്ക് ബോണാണ്, ഭയങ്കര ദേഷ്യമുള്ള ഒരു ഫൈറ്റിംഗ് പാർട്ട്ണറുമാണ് എല്ലാം. സോ അതാണ് ഞാൻ എപ്പോഴുമേ ഞാൻ മീൻ ചെയ്യുന്ന ഒരേ ഒരു വേർഡ് കൊണ്ടാണ് മൈ എവറിത്തിങ്. നിനക്ക് ആ ഒരു വേർഡായിരിക്കും ഭയങ്കര ഫുൾഫിൽ, മൈ എവറിത്തിങ് പറഞ്ഞതാണ്. ഇയാളില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നതാണ് നമുക്ക് ശരിക്കും ലവബിളായിട്ട് മൊമെൻറ്റ്സ്. എനിക്ക് നിന്നെ കണ്ട സ്റ്റാർട്ടിങ് ഡേ തൊട്ട് നിന്നായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. എന്താണ്, നീ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, നീ ഒരു ലൈഫ് ബെറ്റർ ആയിരിക്കില്ല എന്നൊരു തോട്ടാണ് ഉള്ളത്. സോ നിനക്ക് എപ്പോഴുമേ ഒരു സപ്പോർട്ടീവ് പാർട്ട്ണറായിരിക്കും. നിനക്ക് എപ്പോഴുമേ നിന്നെ എല്ലാത്തിലും സേഫായി നോക്കുന്ന ഒരു അച്ഛനായിരിക്കും. ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു അമ്മേനെ പോലെ ഉണ്ടാകും. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറായിട്ടുണ്ടാകും. സോ ഫൈനലി ഒരു കാര്യം പറയാണ്, ലവ് യു സോ മച്ച്, ലവ് യു സോ മച്ച്.